ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പതിവിലും വിപരീതമായി. നോർമലി എൻ്റെ വീഡിയോസൊക്കെ ഒന്നെങ്കിൽ ഒരു വ്ളോഗായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ സ്കിൻ കെയർ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ പതിവിലും വിപരീതമായി ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കണത് ഒരു കമന്റിനോട് പ്രതികരിക്കാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു കമന്റിനോട് പ്രതികരിക്കുന്നതിലുപരി എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനും കൂടെ ഉള്ളൊരു ഒരു ചാൻസ് ആണിത്. അപ്പോൾ എനിക്കെല്ലാം പറഞ്ഞ് ഈ വീഡിയോയിൽ തീർക്കണം. ആദ്യത്തെ കാര്യം പറയാനുള്ളത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഇഷ്ടത്തിനാണ്, അല്ലെങ്കിൽ ഞാൻ എന്നെ നോക്കുന്നവരുടെ, എനിക്ക് ചെലവിന് തരുന്നവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. പുള്ളിക്കാരൻ നോക്കി പറഞ്ഞു, കമൻസ് വരും, പ്രതികരിക്കരുത്, പലതും വരും, നമുക്ക് നെഗറ്റീവ് വന്ന് തുടങ്ങുന്നത് നമ്മൾ വിജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, നമുക്കിപ്പോൾ നെഗറ്റീവ് വരും എന്നൊക്കെ ഒരുപാട് പറഞ്ഞ് തന്നെയാണ് തുടങ്ങിയത്. തുടങ്ങിയ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് വന്നൊരു കമൻറ്റ്, ഞാൻ ജാസ്മിൻ ജാഫറിനെ അനുകരിക്കുന്നു എന്നാണ്. അത് ഞാൻ കറക്റ്റ് മറുപടി കൊടുത്തപ്പോൾ അവർ ആ കമൻറ്റും ഡിലീറ്റ് ആക്കി, അക്കൗണ്ടും കാണാനില്ല. യൂട്യൂബിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കമന്റ് ഇടുന്ന വ്യക്തിയെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് യൂട്യൂബിലുള്ളവരുടെ ധൈര്യം. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, ഏത് IP അഡ്രസ്സിൽ നിന്നാണോ ഈ കമന്റ് വന്നിട്ടുള്ളതെന്ന് സൈബർ സെല്ലിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്ത് തോന്നിയ മാസം വന്ന് കയറി പറയാം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ലൈറ്റ് കുറച്ച് വെട്ടുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുക. കാരണം എനിക്കിപ്പോൾ വീഡിയോ എടുത്തേ പറ്റൂ, വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഞാൻ കുറച്ച് ബിസി തിരക്കും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഇന്ന് ഈ വീഡിയോ എടുത്തേ പറ്റൂ, ഇന്ന് എനിക്ക് പോസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രം എടുക്കുന്ന വീഡിയോ ആണ്. ഫസ്റ്റായിട്ട് ഞാൻ ഈ കമന്റിന് പ്രതികരിക്കാൻ കാരണം, ഞാനൊരു 10 ദിവസമായില്ല, 7 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോളോ ചെയ്യാത്ത ഒരാളെ ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നുമില്ല, നമ്മളിപ്പോൾ ഫെയിം ആയിട്ട് നിൽക്കണ ജാസ്മിൻ ജാഫറാണ്. ജാസ്മിൻ ജാഫറിന് 16 ലക്ഷം പേര് ഫോളോവേഴ്സ് ഉണ്ടെന്നോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ 8 ലക്ഷം പേര് ഇൻസ്റ്റയിൽ ഫോളോവർ ഉണ്ടെന്നോ ഉള്ള തിരക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, വേറെ ഒന്നുമില്ല, ഒരു മനുഷ്യൻ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ ഇഷ്ടമില്ല എന്ന് പറയാൻ ഞാനിപ്പോൾ അങ്ങ് ഫേമസും ആവണ്ട, എനിക്ക് 10,000 ഫോളോവേഴ്സും വേണ്ട, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പറയാൻ ഒരു 0 ഫോളോവർ മതി. എൻ്റെ അക്കൗണ്ടിൽ ഇടുന്ന വീഡിയോ ഒരാൾ കാണുക മാത്രം മതി. ഒറ്റ ഒരാൾ കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്കൊരാളെ ഇഷ്ടമില്ല എന്ന് പറയാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയാം. അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഗാന്ധിജി നമുക്ക് വാങ്ങി തന്നിട്ടുള്ളത്. അതിന് ജാസ്മിൻ ജാഫർ ഫാൻസ് ആര് കരഞ്ഞാലും എനിക്കൊരു വിഷമമില്ല ഗീസ്. കാരണം ഞാൻ കുറെ എണ്ണം എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധി കൂടുതലുള്ള ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. അവർ വന്ന് ചോദിക്കുവാണ് ജാസ്മിനെ പറയാൻ ഞാൻ ആരാണെന്ന്. അപ്പൊ എന്നെ പറയാൻ നിങ്ങൾ ആരാണ്? എനിക്ക് ജാസ്മിന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത് എന്ന് പറയാൻ വേണ്ടി അവളുടെ ഫാൻസ് എൻ്റെ അടുത്തോട്ട് വരുന്നു. അതേപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ അടുത്ത് പറയാൻ നിങ്ങൾ ആരാണ്? ജാസ്മിൻ ഫാൻസ് നിങ്ങളാണെങ്കിൽ ഞാനൊരു ജാസ്മിൻ ഹേറ്ററാണ്. എനിക്കതിൽ ഞാൻ അഭിമാനിക്കുന്നു, എനിക്ക് സന്തോഷമേ ഉള്ളൂ. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു കുട്ടി, വാട്ട് എവർ ഇറ്റ്സ്, എനിക്ക് എൻ്റെ മൈൻഡിൽ ആ കുട്ടി ഒരു നെഗറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന ഒരാളാണ്. ബിഗ് ബോസിൽ നിന്നായിരുന്നാലും എനിക്ക് പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും പറയും. അതെന്റെ ഇഷ്ടമാണ്. ജാസ്മിൻ കാണിക്കുന്നത്, ഇപ്പൊ റോസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് അവരവരുടെ ഇഷ്ടങ്ങൾ പറയാനുള്ള അവകാശമില്ലേ? നമ്മളെ ഫഹദ് ബ്രോ ജാസിനെ കുറിച്ച് പറയാറില്ലേ? അതുപോലെ ഞാൻ ആരായാലും 10 ഫോളോവർ ഉണ്ടെങ്കിൽ എന്റെ അഭിപ്രായം പറയാൻ എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയും. അഹങ്കാരി എന്നാണ് പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഇല്ലാത്ത നീ എന്തുകൊണ്ട് വന്ന് പറയുന്നു? ഫോളോവേഴ്സ് ഒരു അഭിപ്രായം പറയാൻ ആവശ്യമില്ല. എന്റെ ഇഷ്ടമാണ് ആരെ കുറിച്ച് എന്ത് പറയണമെന്നുള്ളത് ഞാൻ പറയും. ഒഫീഷ്യലി അഹങ്കാരി എന്നുള്ളൊരു പേര് എനിക്ക് ഓൾറെഡി ഉണ്ട്. അത് നിങ്ങളായിട്ട് കൂട്ടിയും കുറയ്ക്കുകയും ഒന്നും ചെയ്യണ്ട. എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ജാസ്മിൻ ഫാൻസ് അങ്ങോട്ട് മാറിയിരിക്കും. പറയാനുള്ളവർ യൂട്യൂബിൽ കയറി വന്ന് എന്ത് പറയാനുണ്ടെങ്കിലും പറയാം, ഇൻസ്റ്റാഗ്രാമിൽ പറയാനുള്ളവർക്കും പറയാം. പിന്നെ ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും അനിയനായാലും അനിയത്തിയായാലും ഉപ്പുപ്പായാലും ഉമ്മമായാലും നിങ്ങൾ കമന്റ് ഇട്ട് തളർത്തി കളയാന്ന് വിചാരിക്കരുത്. ഓക്കെ, നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും എനിക്കൊന്നുമില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ എനിക്ക് ആ 10 പേർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടും. എന്നെ നെഗറ്റീവ് പറയുന്ന 10,000 പേരാണെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പിന്നെയും വീഡിയോ ഇടും. അതാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യം. എന്നെ ഒരാൾ നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കൂലിക്ക് പോയിരുന്ന് കരഞ്ഞ് കുത്തിയിരുന്ന് മെഴുകത്തില്ല ഗൈസ്. തൊലിക്കട്ടി പണ്ടേ കുറച്ച് കൂടുതലാണ്, അഹങ്കാരം അതിൻ്റെ അപ്പുറം കൂടുതലാണ്. ആരെന്ത് പറഞ്ഞാലും എന്നെ നോക്കുന്നവര്, ഞാൻ സ്നേഹിക്കുന്നവര്, ഞാൻ വില കൊടുക്കുന്നവര്, എന്നോട് പറയുന്നവരേനും നിങ്ങൾ ആര് കിടന്ന് ചെലച്ചാലും എനിക്കൊന്നുമില്ല ഗൈസ്. നിങ്ങൾ പറയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കമന്റിനൊന്നും റിയാക്ട് ചെയ്യാറില്ല. പിന്നെ ഈ കമന്റ് ഞാൻ റിയാക്ട് ചെയ്യാനുള്ള കാര്യം, അത്രത്തോളം
വിവരമില്ലായ്മ, വിവരം കെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിന്റെ പടി ചവിട്ടിയിട്ടില്ലാത്തവർ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കൂ? കമന്റുകളൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം ഗൈസ്. എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ തന്നെ വീഡിയോ 5 മിനിറ്റ് ആയി. ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. ജാസ്മിൻ ജാഫറിന്റെ മറുപടി ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അത് പോരാത്തവർക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. അതുകൊണ്ട് ജാസ്മിൻ ജാഫറിനെ അനുകരിക്കാൻ നടക്കുകയാണെന്ന് ആരും ചോദിക്കേണ്ട. അവളുടെ ഒരു വീഡിയോസ് ഇന്നേ വരെ കണ്ടിട്ടില്ല. അതിന്റെ ടാഗോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തേക്കാം. ആ കൊച്ച് ബിഗ് ബോസിൽ പോയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് യൂട്യൂബിൽ ഞാൻ കയറി തുടങ്ങിയത്. അല്ലാതെ ഞാൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആളാണ്. യൂട്യൂബിലുള്ള ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. പണ്ട് ടിക്ടോക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ജാസ്മിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ജാസ്മിൻ ആരാ എന്താന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ അൻസ്ബൈത്ത പറഞ്ഞ പോലെ ഒരുപാട് കൗമാരക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ പ്രായമുള്ളവർ എല്ലാവരും കാണുന്ന വീഡിയോ ആണ് അല്ലെങ്കിൽ ഒരു ഷോ ആണ് ബിഗ് ബോസ്. അതിൽ വന്ന് ആ കുട്ടി കാണിച്ച കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അതിന് ഞാൻ ആരാണെന്ന് നിങ്ങൾ തിരക്കേണ്ട കാര്യമില്ല. അവളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് കുറച്ച് പേര്. അവളെ വെച്ച് ഞാൻ എന്ത് കണ്ടന്റാ ഉണ്ടാക്കി? അവളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? എനിക്കിപ്പോ ഇത് പറയേണ്ടി വന്നത് തന്നെ അവളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അവളെ വെച്ച് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ ഇഷ്ടമില്ലാന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ലാത്ത ഒരാളെ ഫോളോ ചെയ്തിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ട്രെൻഡിങ് വീഡിയോ ആണ്, ഞാൻ പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോ എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ല എന്നൊരാളെ ഇഷ്ടമില്ല എന്ന് പറയാനും അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്തിട്ടില്ലാത്ത ഒരാളെ ഫോളോ ചെയ്തിട്ടില്ലെന്ന് പറയാൻ അതൊരു കണ്ടന്റുമല്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. അവളുടെ കാര്യത്തിൽ ഞാൻ കയറി തലയിടുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് നിങ്ങൾ എന്റെ കാര്യത്തിൽ തലയിടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ബുദ്ധിയും ബോധത്തോടു കൂടി സംസാരിക്കുക. നിങ്ങൾ ഫാൻസ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇഷ്ടമില്ല എന്ന് പറയാൻ എന്റെ ഇഷ്ടമാണ്. അതിനെനിക്ക് ഫോളോവേഴ്സും വേണ്ട, ആരുടെയും സപ്പോർട്ടും വേണ്ട. ആരുടെയും സപ്പോർട്ടിനല്ല ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് എൻ്റെ ഹസ്ബൻഡ് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിലിരുന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അവർക്കാർക്കും ഇല്ലാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല. ജാസ്മിൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും, അത് എന്റെ കാര്യമില്ല. എനിക്ക് ജാസ്മിൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് എന്നോട് വന്ന് ആരും സംസാരിക്കേണ്ട കാര്യമില്ല ഗൈസ്. നിങ്ങൾക്ക് അത് വന്ന് പറയാനുള്ള ഒരു റൈറ്റ്സും ഇല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇനി ഇഷ്ടമില്ല എന്ന് പറയും. എന്തോരം യൂട്യൂബേഴ്സ് ഉണ്ട് ഇഷ്ടമുള്ളവരെ ഇഷ്ടമില്ല എന്ന് പറയാൻ, ഉള്ളവരെ ഇഷ്ടമുണ്ടെന്ന് പറയാനും ഇല്ലാത്തവരും ഇല്ല എന്ന് പറയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. അതുകൊണ്ട് ഫാൻസുകാരും മെഴുകി കമന്റ് ഇടുന്നതിനുള്ള റിപ്ലൈ ഞാൻ പബ്ലിക്കായിട്ട് തന്നെ തരും. അതിൽ കൂടുതൽ കുടുംബത്തിനെയും വീട്ടുകാരെയും അല്ലാതെ വേറെ എന്തെങ്കിലും ബോഡി ഷെയ്മിങ് ചെയ്യാനുള്ളവർക്ക് ഡയറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് ചെയ്യാൻ മിണ്ടായിരിക്കത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന കൊണ്ട് പാവം പിടിച്ചു ഞാൻ കരഞ്ഞ് മെഴുകി മൂലയ്ക്ക് ഇരുന്ന് കരയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. നിങ്ങൾക്കുള്ള മറുപടി അതേ കണക്കിന് തന്നെ തരും. പക്ഷെ യൂട്യൂബിൽ കൊടുക്കാൻ പറ്റത്തില്ല. യൂട്യൂബിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വീഡിയോ തന്നെ ഇടണം. ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്നവർക്ക് നല്ല പോലെ മലയാളത്തിൽ തന്നെ ഞാൻ അതിൽ തന്നെ അവർക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അടുത്തൊരു കാര്യം, കറുമ്പി എന്താണ് കമന്റ് ഉണ്ട്. കറുത്തവൾ കാണിക്കുന്ന കണ്ടില്ലേ എന്റെ പൊന്ന് ലോകസുന്ദരി ചേച്ചി ഓർ ചേട്ടാ, നിനക്ക് ഫേക്ക് ഐഡി കൊണ്ട് ചിലക്കാനേ പറ്റത്തുള്ളൂ. നാട്ടുകാരെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് 1 മിനിറ്റ് വീഡിയോ പോട്ട് 10 സെക്കൻഡ് വീഡിയോ അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ കൊള്ളാവുന്ന ഒരു മുഖം കൊണ്ട് ഒരു വീഡിയോ ആദ്യം നീ ഇട്. നീ ആരായാലും നീ ആദ്യം ഒരു വീഡിയോ ഇട്. ഫാത്തിമ മുസ്ലിമായ എന്നെ സംബന്ധിച്ചിടത്തോളം പുന്നാര നബിയുടെ മോളെ പേര് എനിക്ക് എടുത്തു പറയാൻ, ഇതുപോലത്തെ ചെറ്റത്തരം കാണിക്കുന്ന തെണ്ടിത്തരം കാണിക്കുന്നവരുടെ പേര് എടുത്തു പറയാൻ എനിക്ക് താല്പര്യമില്ല. ആ പേരിനെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് പേര് പറയാതെ പുള്ളിക്കാരുടെ അക്കൗണ്ടും കമന്റ് പുള്ളിക്കാരിയോ പുള്ളിക്കാരനോ വാട്ടവർ കമന്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങളത് കണ്ടാൽ മതി. ഫസ്റ്റ് ആയിട്ട് പുള്ളിയുടെ വിവരം കാണിക്കാനുള്ള ഒരു കമന്റാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതിന് ഞാൻ റിപ്ലൈ പറയുന്നില്ല. കാരണം എന്നെ വളർത്തിയ നല്ലൊരു വാപ്പായും ആയതുകൊണ്ടും എനിക്ക് കുറച്ച് മാന്യത ഉള്ളതുകൊണ്ടും ഈ കമന്റിനുള്ള ഞാൻ റിപ്ലൈ പറയത്തില്ല. ഇവരുടെ ധൈര്യം എന്താണെന്ന് അറിയാവോ? ഫേക്ക് ഐഡി അല്ലേ, അപ്പൊ നമുക്ക് പറയാമല്ലോ. എന്ത് കാണിച്ചാലും ആരും അറിയത്തില്ലല്ലോ ഇന്ന ആളല്ല പറയുന്നതെന്ന്. അപ്പൊ ആ ധൈര്യത്തിലാണ് ഇന്ന മാതിരി കമന്റ് എന്ന് പറയുന്നത്. അവരുടെ സംസ്കാരം. അതിന് മറുപടി പറയാൻ എനിക്ക് പറ്റത്തില്ല. ബാക്കിയുള്ളതിന്റെ മറുപടി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, കറുത്തവൾ കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ കരയുവാണ്. ഇന്നലെ തൊട്ട് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ ഞാൻ ഇപ്പൊ കുറച്ച് വെള്ളം കുടിക്കാൻ തളർന്നു കിടന്നിട്ട് ഡ്രിപ്പ് ഇട്ടിട്ട് വന്നതേ ഉള്ളൂ. വീട്ടിൽ കണ്ടില്ലേ, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ കറുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ദിവസം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വീഡിയോ എടുക്കാറില്ല, ഫോട്ടോ എടുക്കാറില്ല. ചേച്ചീനെ പോലെ ഫേക്ക് അക്കൗണ്ട് എടുത്ത് ഒളിച്ചിരിക്കുവാണ് ചേച്ചി. എന്റെ വീഡിയോ ഫോട്ടോ ഞാൻ ആർക്കും ഇടാറില്ല. അതുകൊണ്ട് ചേച്ചി കറുത്തവളെന്ന് പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ, എനിക്ക് സങ്കടം വരും. സത്യമായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല കറുപ്പാണെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമാണ്. ഞാൻ ഒരു ദിവസം 4
4 നേരം വെച്ച് കരയാറുണ്ട് കറുപ്പാണെന്ന് ഓർത്ത്. സത്യമായിട്ട് അത് പറഞ്ഞ് ചേച്ചി കരയിക്കില്ല. ഇനി ചേച്ചി അങ്ങനെ കറുപ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ വിഷമിച്ച് ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് അത് പോട്ടെ ചേച്ചി. കറുത്തതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. ചേച്ചി ലോകസുന്ദരി അല്ലയോ. പിന്നെ നെക്സ്റ്റ് കമന്റ്, എഞ്ചിനീയർ ആണെന്ന്. ചേച്ചി എഞ്ചിനീയർ ആയ ചേച്ചിയുടെ ഇഡിയറ്റിന്റെ സ്പെല്ലിംഗ് നോക്കണം ഗൈസ്. ഇഡിയറ്റ് എന്നുള്ള സ്പെല്ലിംഗ് കണ്ടോ നിങ്ങൾ? ചേച്ചി എഞ്ചിനീയർ ആണത്. എനിക്ക് ചിരിക്കാൻ വയ്യ. ഇഡിയറ്റിന്റെ സ്പെല്ലിംഗ് പഠിക്കാത്ത ഏത് എഞ്ചിനീയർ ആണ്? ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കും കേട്ടോ, പറയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മളെ ഈ ചേച്ചി വിവരമുള്ള നാട്ടിലുള്ളതല്ല, എന്തായാലും നല്ല വിവരം കെട്ട നാട്ടിലുള്ളതാണ്, വിവരം കെട്ട കുടുംബത്തിലുള്ളതാണ്. എന്ത് പറഞ്ഞാലും ചേച്ചിക്ക് എനിക്ക് പണിയില്ല, ചേച്ചി എഞ്ചിനീയർ ആയിട്ടിരിക്കുകയാണ്. ഐ ആം പ്രൗഡ് ഹൗസ് വൈഫ്. ഓക്കെ, എനിക്ക് എന്ത് മാർക്ക് മേടിച്ച് ഞാൻ ജയിച്ചെന്നോ അല്ലെങ്കിൽ ഞാൻ എവിടെ പഠിച്ചെന്നോ ഞാൻ എന്ത് പഠിച്ചെന്നോ എനിക്ക് നിങ്ങളടുത്ത് ആരടുത്തും പറയേണ്ട കാര്യമില്ല. ഞാൻ ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുന്നു, ഭാര്യയായിട്ട് ജീവിക്കുന്നു, മക്കളെ കാര്യം നോക്കുന്നു, ഭർത്താവിന്റെ കാര്യം നോക്കുന്നു, വീട്ടുകാരുടെ കാര്യം നോക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഒരു കുടുംബത്തിലെ ആണുങ്ങളില്ലാതെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഗൾഫിലാണ്. അവർ ലീവിന് 1-2 മാസം നാട്ടിൽ വരുന്നതാണ്. ആ ആണുങ്ങളില്ലാത്ത ഒരു കുടുംബത്തിന്റെ തലമൂത്ത സന്തതിയാണ് ഞാനെന്ന് നല്ല അഭിമാനത്തോടു കൂടെ ഞാൻ പറയും. ഒരാളില്ലാതെ എൻ്റെ അനിയത്തിനാവട്ടെ, അനിയനാവട്ടെ, എൻ്റെ മക്കളെ ആവട്ടെ, എൻ്റെ വീട്ടിലെ കാര്യങ്ങളാവട്ടെ നല്ല അന്തസ്സായിട്ട് നോക്കിക്കൊണ്ട് പോകുന്ന ഹൗസ് വൈഫാണ് ഞാൻ. അത് പറഞ്ഞ് എനിക്ക് വിഷമം വരുത്തില്ല ചേച്ചി. ചേച്ചി എന്ത് വിചാരിച്ചു? അത് പറഞ്ഞ് സങ്കടം വരുത്താമോ? പിന്നെ ഒരാളുടെ കമന്റ് കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് കമന്റ് വരാറുണ്ട്. ഞാൻ റിയാക്ട് ചെയ്യാറില്ല. ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ പലതും പോകാറാണ് പതിവ്. പക്ഷെ ചേച്ചിക്ക് പറ്റുന്നില്ല. ചേച്ചിക്ക് ഞാൻ വീഡിയോ നിർത്തിപ്പോയേ പറ്റത്തുള്ളൂ. എനിക്കിത് പറ്റിയില്ല ചേച്ചി, നേരെ നിർത്തിപ്പോന്നാ പറഞ്ഞത്. ചേച്ചി എൻ്റെ ഉമ്മയുടെ മൂത്ത മോളായതുകൊണ്ട് ചേച്ചി പറയുമ്പോൾ കേൾക്കണ്ടേ? ചേച്ചി ആയാലും ചേട്ടനായാലും എൻ്റെ ഈ നട്ടലുണ്ടെങ്കിൽ അന്തസ്സായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പബ്ലിക്കായിട്ട് കിടപ്പുണ്ട്, ഫേസ്ബുക്ക് കിടപ്പുണ്ട്, വന്ന് അന്തസ്സായിട്ട് കമന്റ് ഇട്. ഇതിൽ വന്ന് ഫേക്ക് ഐ ഡി കിടന്ന് കളിക്കരുത്. ചേച്ചി വിചാരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചേച്ചിക്ക് പിന്നെ ഈ ചൊറച്ചിലങ്ങ് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഈ IP അഡ്രസ്സ് വെച്ച് ചേച്ചി കമന്റ് ഇട്ട സ്ഥലത്ത് നിന്ന് ആൾക്കാർ തൂക്കിയെടുത്തുകൊണ്ട് വരും. ചേച്ചി വിചാരിക്കുന്ന അറിയത്തില്ല എന്ന്. നമ്മളെ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ചേച്ചീനെ കൊണ്ടുതന്നെ മുന്നേ ഇട്ട് തരും. ചേച്ചി കാണണോ? ചേച്ചി വിചാരിച്ച എനിക്കതിനുള്ള ധൈര്യമില്ലെന്ന്. ചേച്ചി എനിക്ക് നല്ല ധൈര്യമുണ്ട്, നല്ല ധൈര്യമുണ്ട്. ഇനിയിപ്പോ ഈ നെഗറ്റീവ് ഇടുന്ന എല്ലാ പേരെയും പുറകെ നടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷെ ചേച്ചി ഇടുന്ന കമന്റ്, ചേച്ചി ഒരു നെഗറ്റീവ് ഇടുന്ന ഒരാളുടെ ഉദ്ദേശം ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ല നെഗറ്റീവ് ഇടും. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, സ്വാഭാവികമാണ്, അത് വരും. പക്ഷെ ചേച്ചി എൻ്റെ എല്ലാ വീഡിയോയും കയറി കമന്റ് ഇടുന്നു. എന്തിനാ? ചേച്ചിക്ക് പിടിക്കുന്നില്ലയോ? ഇത്രയും നാളായപ്പോഴത്തേനും ചേച്ചി കമന്റ് ഇടുന്നതിന്റെ ഉദ്ദേശം തന്നെ മനസ്സിലാക്കാം. നമ്മൾക്കൊരു വളർച്ച വരുമ്പോൾ അല്ലെങ്കിൽ 10 പേര് എനിക്ക് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ കുഞ്ഞു പിള്ളേരായിരുന്നാലും ഏകദേശം എന്നെ കണ്ട് ഒരു 10 പേരെങ്കിലും എന്നെ കണ്ട് ചോദിക്കുന്നുണ്ട്, താത്ത അല്ലേ ആ വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ ചേച്ചിയല്ലേ നീ അല്ലേ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നത്, കൊള്ളാം കേട്ടോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഫോളോ ബാക്ക് ചെയ്യുന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഇനിയും എനിക്ക് കുറെ ഐഡിയാസ് പറഞ്ഞിരുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് അവരൊക്കെ മതി. അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടും. ഇനിയിപ്പോൾ അവരില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടും. അതെന്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും. ചേച്ചി പറഞ്ഞാൽ ഞാൻ മാറ്റത്തില്ല. ചേച്ചിക്ക് എന്നെ പറ്റി അറിഞ്ഞുകൂടും. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ പറയുന്നത്. സത്യമായിട്ട് ചേച്ചി പറഞ്ഞ കമന്റുകൾ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ നെഞ്ചിനൊക്കെ ഇങ്ങനെ വിമ്മിഷ്ടം വന്നിട്ട് എന്ത് കമന്റ് ഒന്ന് എടുത്തോട്ടെ കേസ്. എനിക്ക് ചേച്ചിയുടെ കമന്റുകളൊക്കെ തപ്പി എടുക്കണം. കാരണം വായിച്ചു കഴിഞ്ഞാൽ മേക്കപ്പ് നിർത്തിയോ ഫലിക്കുന്നില്ലല്ലേ എന്ന്. ഫലിക്കുന്നില്ല എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് പോലും അറിഞ്ഞൂടാത്തൊരു എഞ്ചിനീയർ ചേച്ചിയാണ് ഇത്. ചേച്ചി ഫലിക്കുന്നില്ല ചേച്ചി. ഞാൻ കണ്ടന്റ് മാറ്റിയത് എൻ്റെ ഇഷ്ടം, എൻ്റെ തോന്നലാണ്. എനിക്ക് ക്ലിക്കാവുന്ന കണ്ടന്റ് ഏതാണോ ഞാൻ അതിലിടും. അത് ക്ലിക്കായി ഇനിയും കണ്ടന്റ് മാറ്റും. അതെന്റെ സൗകര്യം. കാണണമെന്നുണ്ടെങ്കിൽ ചേച്ചി കണ്ടാ. ചേച്ചിന്റെ വീട്ടിൽ നിന്ന് നിർബന്ധിക്കത്തില്ല കാണാൻ. എനിക്ക് ചേച്ചി കണ്ടേ പറ്റുമെന്ന് പറഞ്ഞാൽ കരയത്തില്ല ചേച്ചി. ചേച്ചി വന്ന് കാണണേ, കണ്ടന്റ് മാറ്റി. എനിക്ക് മേക്കപ്പ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഗൈസ്, ഈ ഇരിക്കുന്ന ഞാനാണ് ഒറിജിനൽ ഞാൻ. വിത്തൗട്ട് മേക്കപ്പ്, വിത്തൗട്ട് ലുക്ക്. ഇത് ഞാൻ പുറത്ത് പോയിട്ട് വന്ന ഡ്രസ്സിൽ, മിക്ക വീഡിയോസ് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് ഞാനായിട്ടിരിക്കാനേ പറ്റൂ. ഞാനിപ്പം ഒരുപാട് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന പോലെ മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് ഐലൈനർ ഇട്ട് മുടി കെട്ടി എനിക്ക് മെനക്കെടാൻ വയ്യ. എന്നെ ഇങ്ങനെ കാണാൻ പറ്റുന്നവർ കണ്ടാൽ മതി. എനിക്ക് ഈ സൗന്ദര്യമേ ഉള്ളൂ. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കണ്ടാൽ മതി. ഇതിനൊക്കെ തിരിക്കുന്ന ഞാൻ തന്നെയാണ്, നേരിട്ട് കണ്ടാലുള്ള ഞാൻ. അല്ലാതെ എന്നെ കണ്ടു കഴിഞ്ഞിട്ട് അവള് വീഡിയോയിൽ പുട്ടിയാണ്, മേക്കപ്പാണ്, അതുകൊണ്ട് നേരിട്ട് കണ്ട ഇങ്ങനെ അങ്ങനെ പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എന്താണോ അതിൽ അങ്ങനെ മാത്രമേ ഞാൻ വീഡിയോയിൽ നിൽക്കുന്നുള്ളൂ. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. ഈ വീഡിയോ എത്ര മിനിറ്റ് പോയാലും എനിക്കൊരു പ്രശ്നമില്ല. ഇത്
ആരും കണ്ടില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമല്ല, ഒരൊറ്റ ചേച്ചി കണ്ടാൽ മതി. ആ ഒരൊറ്റ ചേച്ചിക്ക് വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ ആണ്. കാരണം ചേച്ചിക്ക് റിപ്ലൈ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ചേച്ചി അടങ്ങത്തില്ല. കാരണം ചേച്ചിക്ക് നല്ല ചൊറിച്ചിലുണ്ട്, ചേച്ചിക്ക് സഹിക്കാൻ പറ്റാത്ത അസൂയ ഇങ്ങനെ വെമ്പി പൊങ്ങി വന്നിട്ടാണ് ചേച്ചി ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കണ്ടന്റ് എൻ്റെ ഇഷ്ടം, ഞാൻ സ്കിൻ കെയർ എന്നുള്ള കണ്ടന്റ് മാറ്റിയിട്ടില്ല. എനിക്ക് ടൈം കിട്ടുന്നില്ല, ഞാൻ ഇടും. എനിക്ക് ഇടാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇതെടുത്തില്ല. എനിക്ക് തോന്നുന്ന കണ്ടന്റ് ഞാനിടും. നീ ആരാ ചോദിക്കാൻ? നീ ഏതുവാ? നിന്റെ ഇഷ്ടത്തിന് വീഡിയോ ഇടണോ ഞാൻ? നീ അപ്പൊ നാളെ തൊട്ട് നീ ഒരു കണ്ടന്റ് കമന്റ് ഇടും, ഞാൻ നിന്റെ ഇഷ്ടത്തിനുള്ള വീഡിയോ ഇടാം. നീ നാളെ തൊട്ട് നീ പറയുന്ന കമന്റുകൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. എന്ത് പറയുന്ന നീ? സന്തോഷമുണ്ടോ നിനക്ക്? എടാ പോടെ കാണിക്കുന്നത് നിനക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത അത്ര ധൈര്യത്തോട് തന്നെയാണ് ഇതുപോലത്തെ പട്ടികളെ റോട്ടിൽ കിടന്ന് കുരയ്ക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് വീഡിയോ ഇടാൻ തുടങ്ങിയത്. നമ്മൾ റോഡിൽ പോകുമ്പോൾ പല പട്ടികളും കുരയ്ക്കും. ആ പട്ടി കടിക്കുമെന്ന് വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. ഇങ്ങനത്തെ പട്ടികൾ കുരയ്ക്കുമെന്ന് അറിയുന്നത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത്. പിന്നെ ചേച്ചിക്ക് ലേശം വിവരം, ബോധം, ലേശം ഉളുപ്പ്, നാണം അതില്ലാത്തത് കൊണ്ട് ചേച്ചി ധൈര്യമായിട്ട് കമന്റുകൾ ഇട്ടത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിട്ട കമന്റിന് റിപ്ലൈ ആണ് ചേച്ചി കൊടുത്തത്. അപ്പൊ പിന്നെ ഞാൻ മറുപടി പറയാതിരുന്ന ഞാൻ ചേച്ചി വിചാരിക്കാൻ പേടിച്ച് ചേച്ചി പറഞ്ഞു വിടങ്ങ് കരഞ്ഞു പോയെന്ന്. പൊന്നു നബീന്റെ പേര് കൊണ്ട് ഇമ്മാതിരി കളി കളിക്കല്ലേ ചേച്ചി. ചേച്ചിക്ക് വേറെ എന്തൊക്കെയോ ചേച്ചിക്ക് പറയാനുണ്ട്. ഊള എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ? ഉള്ള എഞ്ചിനീയർ ചേച്ചിയാണ് ഉള്ള. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ എൻ്റെതല്ല. ഞാൻ ഒരു കമന്റ് എടുത്തിട്ട് വരുന്നത്. നെക്സ്റ്റ് ഉള്ള ഒരു കമന്റാണ് ഗൈസ്, പോടി ആഫ്രിക്ക ചേച്ചി. ഓഷുഡോ, ചേച്ചി US-ലാണോ ജനിച്ച്? ചേച്ചി US-ൽ ജനിച്ച ചേച്ചിയുടെ മുഖം വന്ന ഫോട്ടോ ഇടണേ, ഇത്രയും സുന്ദരിയായ ചേച്ചി. പിന്നെ ആഫ്രിക്കയിലുള്ളവരെ പറയാം, നീ ആരെ? അവർക്ക് വിവരവും ബോധവും മാന്യതയുണ്ട്. ഇമാതിരി മാന്യതയില്ലാത്ത നീ ആഫ്രിക്കക്കാരെ പറയരുത്, അവർ തൂങ്ങി ചെത്തോളേ. ഓക്കെ ഗൈസ്, ബാക്കി കമന്റുകളെല്ലാം ഞാൻ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ നാണം തോന്നുന്നു നിങ്ങളുടെ അടുത്തൊക്കെ കാണിക്കാനായിട്ട്. അപ്പം ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചേച്ചിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ചേച്ചിക്ക് കണ്ടിട്ട് ഒട്ടും പറ്റുന്നില്ലെന്നാണ്, വയ്യ, ചേച്ചിക്ക് ഇരിക്കാനേ പറ്റുന്നില്ല. അപ്പൊ ആ ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നിർത്തിപ്പോ ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടെ നിർത്തി. നാളെ തൊട്ട് ഞാൻ വീഡിയോ എടുത്തില്ല ചേച്ചി, നിർത്തി. ഓക്കെ, പിന്നെ ചേച്ചി ബാക്കി പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേച്ചി പറഞ്ഞ വേറൊരു കാര്യം, ജാസ്മിൻ ജാഫർ ആവാൻ നോക്കുവാണ്. അവൾ ആരായാലും എനിക്ക് എന്താ? അവൾക്ക് എത്ര ഫോളോവർ ഉണ്ടെന്നോ അവൾ ആരാണെന്നോ 10 പേര് അറിയുന്ന എനിക്കൊന്നുമില്ല. എന്നെ ആരും അറിയുന്നില്ലെങ്കിലും ഞാനിവിടെ വീഡിയോ ഇടും. എന്റെ ഇഷ്ടമാണത്, എന്റെ സന്തോഷമാണത്. അതിന് ചേച്ചി വിഷമിക്കണ്ട. ഞാൻ ആരാവാൻ നോക്കുന്നില്ല. ഞാനാണ് യഥാർത്ഥമായിട്ടുള്ള ഞാനാണ്. ഞാനായിട്ട് ഇരിക്കുകയും ചെയ്യും, ഞാനായിട്ട് ഇനി വീഡിയോ ചെയ്യുകയും ചെയ്യും. ചേച്ചിക്ക് വല്ല വിഷമമുണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് പൊക്കോ. അതെല്ലാം ചേച്ചിയുടെ പ്രശ്നങ്ങൾ തീരുന്നില്ലെങ്കിൽ ഈ പ്രശ്നം എന്തായാലും ഞാൻ തീർക്കും, അത് ഉറപ്പാണ്. ചേച്ചിയുടെ കമന്റുകളെല്ലാം എടുത്ത് കറക്റ്റ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി ഡിലീറ്റ് ചെയ്യണ്ട. ചേച്ചി ചീത്ത വിളിച്ചതും ചേച്ചി ബോഡി ഷെയിം ചെയ്തതും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബോഡി ഷെയിമും കമന്റ് ഒക്കെ എടുത്ത് ഒന്ന് സൈബർ സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിനെ തൂക്കി കൊണ്ടുവരും. അപ്പൊ ചേച്ചിയുടെ ഫേസ് എനിക്ക് കിട്ടും. ആ ഫേസ് വെച്ച് ഞാൻ പിന്നെ വീഡിയോ ഇടും. അപ്പൊ ചേച്ചിയുടെ ഫേക്ക് ഐഡി, ആ ഒളിഞ്ഞിരിക്കുന്ന ഫേക്ക് ഐഡി അങ്ങ് പുറത്താവും. ചേച്ചി ആരാണെന്ന് നാട്ടുകാരെല്ലാവരും അറിയും. ഇത്രമാത്രം സംസ്കാരമുള്ള ചേച്ചി ആരാണെന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന 10 പേരാണെങ്കിൽ 10 പേരും അറിയും. 10 പേരെങ്കിലും അറിഞ്ഞോ ചേച്ചി ഏത് തരപ്പെട്ടാണെന്ന്? ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാള് ഈ ചാനൽ ക്ലിക്കാവുമ്പോൾ അപ്പോഴും എല്ലാവരും അറിയും ചേച്ചി ആരാണെന്ന്. അപ്പോഴും ചേച്ചി എന്നിട്ട് ചേച്ചി കമന്റ് ഇട്. തളർത്താൻ പറ്റത്തില്ല. ഇതിനേക്കാൾ ഒരുപാട് കുഴിന്ന് പൊങ്ങി വന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് വീഴത്തില്ല ചേച്ചി, വീഴാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ സ്നേഹിക്കുന്ന, വില കൊടുക്കുന്ന കുറച്ച് പേരുണ്ട്. അവര് പറയുമ്പോൾ ഞാൻ വീഴും. അല്ലാതെ ഒരു പട്ടി കുരച്ചാലും ഞാൻ വീഴത്തില്ല ചേച്ചി. ചേച്ചിയുടെ വെറും തോന്നലാണ് വീഴ്ത്താന്ന്. ഓക്കെ, അപ്പൊ ശരി, ബൈ.